കൃഷ്ണേന്ദ്രനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ സെറ്റില് ഈ സിറ്റുവേഷന്റെ കൂടെ അല്ലാതെ ത്രൂ ഔട്ട് എത്ര ദിവസം ഉണ്ടായിരുന്നു ത്രൂ ഔട്ട് സെറ്റില്? 25 days. ഈ 25 ഡേയ്സിൽ കൃഷ്ണേന്ദുവിന് സിറ്റുവേഷൻ മാറ്റി നിർത്തിയാൽ വേറെ ഏറ്റവും കൂടുതൽ കമ്പനി ആയ ഒരു പേഴ്സൺ? നിങ്ങൾ എന്തിനാ പുള്ളീനെ കഷ്ടമുണ്ട് കേട്ടോ. ഞാൻ എല്ലാവരും ചേച്ചി എല്ലാവരും കമ്പനി ആയിരുന്നു. നാടൻ പെൺകുട്ടിയാണോ അതിനകത്ത്? നാടൻ ഭയങ്കര ഗ്രാമത്തില് ജനിച്ചതല്ലേ? സത്യത്തിൽ ലൈഫിൽ നാടനാണോ അതോ അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള ഒരു പെൺകുട്ടി? നാട്ടിൽ വരുമ്പോ നാടൻ, ചെന്നൈയിലുള്ളപ്പോ മോഡേൺ. അപ്പൊ ചെന്നൈയിലാണോ വീട്? അല്ല, ഞാൻ ചെന്നൈയിലാണ് പഠിക്കുന്നത്. ഓ, ചെന്നൈയിലാണ് പഠിക്കുന്നത്. ഓക്കെ, എന്താ പഠിക്കുന്നത്? ഞാൻ മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. ഏത് വർഷം? 3rd year. MBBS ഓ BDS? MBBS. ഓ നൈസ്. അതിന്റെ ഇടയ്ക്ക് എങ്ങനെ സമയം കിട്ടി സിനിമയിൽ അഭിനയിക്കാൻ? വെക്കേഷൻ ടൈമിൽ കഷ്ടപ്പെട്ടു ഒരുപാട്. അതെ, തിരിച്ച് കോളേജിൽ ചെല്ലുമ്പോ അവര് ഓടിക്കോ? ഇല്ല ഇല്ല, പറഞ്ഞെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാ പോയത്. അവർക്ക് ഉപകാരം തോന്നുന്നു. എന്താ കുറച്ചാൾ മാറി. അപ്പൊ അതിന്റെ അടുത്ത് നല്ല 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 കമ്പനി ആയിരുന്നു അല്ലേ സെറ്റില്? ഇതേപോലെ പാവത്താനായിരുന്നു അതോ ഭയങ്കര ജില്ല് ജില്ലെന്ന് നിൽക്കുന്ന ക്യാരക്ടർ ആയിരുന്നോ? ഏതാണ്? കൃഷ്ണേന്ദുവിന്റെ സെറ്റില് എല്ലാരും നല്ല കമ്പനി ആയിരുന്നു. ഈ ഫസ്റ്റ് ടൈം ഈ സിറ്റുവേഷൻ റാഗ് ഒന്നും ചെയ്തായിരുന്നോ? പേടിപ്പിക്കുമല്ലോ. പുച്ഛമൊക്കെ രംഗണ്ണനെ വിളിക്കട്ടെ ഞാൻ? വേണ്ട, രംഗണ്ണം വേണ്ട. അല്ല, ഇതിനകത്ത് നമുക്ക് ഈ പുള്ളിക്കാരനില്ല, പിന്നെ എന്തിനാ രംഗണ്ണനെ വിളിക്കുന്നത്? ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴാണല്ലോ. അപ്പോഴേ ഉള്ളല്ലേ? ഓൾറെഡി ഇറങ്ങിയായിരുന്നു. റാഗിംഗ് എന്ന് പറഞ്ഞാൽ പുള്ളി അതിലൊക്കെ ഇടപെടുമെന്ന് എനിക്കറിയില്ല. പുള്ളിക്ക് ഇച്ചിരി ഹൈ ലെവൽ കുറച്ച് ഉണ്ടല്ലേ? അപ്പൊ ഹൈ ലെവൽ ആകാശത്ത് മുട്ടി ഇങ്ങനെ നിൽക്കണം കണ്ടില്ല? അതെ, ഇതിൽ തന്നെ വലിയ രൂപം. അതാണ് നായകൻ പുള്ളിയാണ്. അപ്പൊ നമ്മളോ? എന്നെ വെറുതെ ഒരു സൈഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ഇട്ടേക്കുന്നതാണ്. ആൾക്കാർക്ക് അറിയാവുന്ന ഒരു മുഖം വേണം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചു, എന്നെ കൊണ്ട് ഇരുത്തിയേക്കണില്ല പട്ടിയുടെ. അതാണ് ഞാൻ ചോദിക്കാൻ എന്നെ കളിയാക്കരുത്. അത്ര ഇമ്പോർട്ടൻസ് ഉള്ളു. അല്ല, ആ പുള്ളിക്കാരൻ സോറി, ആ നായ്ക്കുട്ടിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ ഇതിനകത്ത്? കാരണം നമ്മുടെ എന്താണ് ചേച്ചി സിനിമയ്ക്കകത്ത് ചാക്കോച്ചന്റെ ആ ഒരു നായ്ക്കുട്ടി അതിനകത്ത് ത്രൂ ഔട്ട് വരുന്നുണ്ടല്ലോ, അതേപോലെ ഇതിനകത്തും ഈ പുള്ളിക്കാരൻ എന്തെങ്കിലും ഉണ്ടല്ലേ? അപ്പൊ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം എല്ലാവർക്കും ഓരോരോ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വലിയൊരു എന്താ പറയാ വലിയൊരു പടമാണ്. ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ആരെങ്കിലും വെക്കാലോ? അല്ല, അഭിനയിച്ച എല്ലാവരുടെയും വെക്കാൻ പറ്റില്ല. കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള സെലിബ്രിറ്റി, ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അതിനകത്തുണ്ട്, ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാവരും ഉണ്ട് അത്യാവശ്യം. രാഹുൽ എന്ന് പറയുന്നത്, നിഷ് ചേച്ചി, സുധീഷ് ഏട്ടൻ. അതെ, നിഷ് ചേച്ചി. വരൂ, നമുക്ക് പങ്കെടുക്കൂ, ഈ വളിപ്പടിയിൽ പങ്കെടുക്കൂ. ഇത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ളത് രാഹുല് ഇതിലൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പൊ കുഞ്ഞാണ്. അപ്പൊ ഇങ്ങനെ ഒരാള് അന്വേഷിച്ച് നമ്മള് നടക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ കറക്റ്റായിട്ട് എൻ്റെ ഡയറക്ടർ സംവിധായകൻ എവിടെ നിന്നാണ് കണ്ടുപിടിച്ചേട്ടാ പോയോ? പുള്ളി പോയി. അവൻ അവിടെ ഒരു ഷോറൂമിൽ വർക്ക് ചെയ്യുന്നു. അവിടെ നിന്നാണ് കണ്ടുപിടിച്ചത്. ഇതിലേക്ക് വരുമായിരുന്നു. അപ്പൊ പുള്ളിക്ക് നല്ലൊരു ക്യാരക്ടറിനകത്തുണ്ടല്ലേ? പിന്നെ അപ്പം എല്ലാരെയും വെച്ചിട്ട് ഈ പറഞ്ഞതുപോലെ ഏപ്രിൽ 26-ാം തീയതി നമ്മുടെ മൂവി തിയേറ്ററിൽ വരുവാണ്. സോ ഫൈനലി നമ്മുടെ കമ്പനിയിലേക്ക് ഒരാളും കൂടി കൂടി, ഒരു ടിക്കറ്റും കൂടി കൂടി. അതെ, ഒരു ടിക്കറ്റ് എനിക്കും കമ്പനി ആയതല്ലേ പറഞ്ഞു. അപ്പൊ ടിക്കറ്റ് തരണം. കമ്പനി പൂട്ടിക്കാനല്ല, കമ്പനി പൂട്ടിക്കണ്ട, പക്ഷെ ടിക്കറ്റ് തരാം. സോ എന്താണ് ഫൈനലി നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? അല്ല, എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുന്നത്. തിയേറ്ററിൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്ന സിനിമ തന്നെയാണ്. OTT സിനിമയല്ല. അല്ലെങ്കിൽ OTTയിൽ വന്നു കഴിയുമ്പോൾ കാണാമെന്നുള്ളൊരു സംഭവത്തിന് അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു കാര്യമില്ല. തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. സോഷ്യൽ റെലവൻ്റ് ആണ്. എല്ലാവർക്കും
ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് തന്നെയാണ് വിശ്വാസം. അപ്പോൾ തിയേറ്ററിൽ തന്നെ മാക്സിമം കാണാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ നല്ല സിനിമകൾ വന്ന് തിയേറ്ററുകളിൽ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഓഡിയൻസ് ഉറപ്പായിട്ടും സ്വീകരിക്കും എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഈ 26-ാം തീയതി തന്നെ നടക്കുന്നത്. ഏപ്രിൽ 26-ാം തീയതിയാണ് വോട്ട് ചെയ്യുന്നത്. വോട്ടിൻ്റെ അന്ന് തന്നെയാണ്. എന്നാൽ അന്ന് ഇറക്കുന്നതിന് അതിനൊരു ഇമ്പോർട്ടൻസും കൂടി ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് നമ്മൾ പർപ്പസ്ഫുള്ളി അങ്ങനെ ഒന്നല്ല, ടൈമിലേക്ക് 26-ാം തീയതിയിലേക്ക് എത്തിയാണ്. പക്ഷെ എന്നാൽ അത് കറക്റ്റ് ഒരു ടൈമായിട്ട് ഇപ്പൊ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു ദിവസമായിട്ട് തന്നെയാണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. അപ്പം തിയേറ്ററിൽ തന്നെ പോയി കാണുക. മാഷിനോ എന്താ പറയാനുള്ളത്? പറയാം മാഷ, എന്നെ നോക്കൽ. അല്ല മാഷ, അതിനു മുമ്പ് ഒരു പാട്ട്, ഒരു 2 വരി അല്ല ഒരു 4 വരി. അതെ, ഇത്രയും ഞാൻ പറഞ്ഞു വന്നപ്പോ തൊട്ട് എല്ലാരും എന്നെ കളിയാക്കി. എത്ര നേരം മാഷ വെള്ളം കുടിപ്പിച്ചാലും ഒരു പാട്ട് പാടുന്ന ആളല്ല. അല്ല ചേച്ചോട്ടോ പറഞ്ഞു പാടും. അപ്പൊ പാടിയേ പറ്റൂ. ഒരു 4 വരി. ഒരു ദലം മാത്രം, ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. സെറ്റില് ഒരു ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക, അങ്ങനെ എന്തോ സംഭവത്തിൽ ആ ടൈമിലാന്ന് ബാക്കിലൊരു പാട്ട് ഞാൻ മാഷിരുന്ന് അലക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മ വട്ടത്തിലിരുന്ന് പാടുന്ന പാട്ട് പാടും. അത് വേറെ പാട്ട്. ഓക്കെ, മാഷി ഈ മൂവിയിൽ പാടുകയെന്ന് ചെയ്തിട്ടുണ്ടോ? ഇത് പാടാൻ എന്നെ അനുവദിച്ചില്ല. ഷോ അതും കൂടെ വേണമായിരുന്നു. എല്ലായിടത്തും എന്റെ കൈ ഒന്ന് പോകുന്നത് കാര്യം എല്ലാ സ്ഥലത്തും ഒന്ന് പറഞ്ഞാലേ പറയാം. മാഷിനെ ഇവിടെ ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ മാഷിനെ അടുത്ത മൂവിയിൽ പാടാൻ ഒരു അവസരം കൊടുക്കുക. നമ്മളിത് പ്രത്യേകം പറയുന്നതായിരിക്കും. എനിവേ, കൃഷ്ണേന്ദുവിന്റെ ഫസ്റ്റ് നായികയായിട്ടുള്ള ഫസ്റ്റ് മൂവിയാണ്. സോ ഫൈനലി എന്താ പറയാനുള്ളത്? തിയേറ്ററിലാണ് സിരിച്ചേട്ടൻ പറഞ്ഞിട്ടല്ലേ, തിയേറ്ററിൽ പോയി തന്നെ കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യാതെ ഇരിക്കുന്ന ഒരു പടമാണ്. തിയേറ്ററിൽ തന്നെ പോയി കാണുക. കടമ്പാസുരനെ കാണാൻ വേണ്ടി തീർച്ചയായിട്ടും എല്ലാവരും അതെ കണ്ണൊക്കെ ഇങ്ങനെ മേടിച്ച്. അതെ, ഏപ്രിൽ 26-ാം തീയതി മൂവി തിയേറ്ററിലോട്ട് വരിക. വലിയൊരു സക്സസ് ആണ്. ചേട്ടൻ പറഞ്ഞാൽ ഒത്തിരി സിനിമകൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല ഒരുപാട് മൂവി. അതിന്റെ ഒപ്പം ഇതേപോലെ ഒരു വെറൈറ്റി കണ്ടന്റ് വെച്ചൊരു മൂവി തിയേറ്ററിൽ വന്ന് സക്സസ് ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങളുടെ ചാനലിൽ നിന്ന് ആശംസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു.